ആരകനോട് പറഞ്ഞല്ലോ എത്ര ടൈമായി കണ്ടിട്ടില്ല. ഭയങ്കര ക്ലോസ് യമുന ചേച്ചിയിലെ വിളിച്ചായിരുന്നു ആളെ? എന്താ പറഞ്ഞത്? ഫാമിലി എന്റെ ഭയങ്കര ക്ലോസ് ആണ്. ഈ ആൾ ഔട്ട് ആവുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു? ഇല്ല, ശരണ്യ ഔട്ട് തന്നെ ആള് ശരണ്യ ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ ശരണ്യ ഒരു ടോപ്പ് 5 ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞെട്ടിപ്പോയോ? കണ്ടപ്പോ ഞെട്ടിപ്പോയോ? അതേപോലെ എന്താ കാണിക്കണേ അറിയില്ല. അവര് കുറെ ആൾക്കാരുണ്ട് ഒന്നും ചെയ്തില്ലാത്ത ഇരിക്കണേ. അതൊക്കെ നമുക്ക് ബിഗ് ബോസ് ഒക്കെ കണ്ടുപിടിക്കാം. ഇപ്പോഴും കാണാറില്ല? എനിക്കറിയില്ല, ഞാൻ നോർമലി ടി വി കാണുന്നില്ല. അതിലൊക്കെ നിങ്ങൾ പറയൂ. അത് കുറച്ച് നേരത്തെ വേണം ഉണ്ടായി ഫാമിലി വീട്ടിൽ. കാരണം എല്ലാവർക്കും ആ ഹാപ്പിനെസ് കിട്ടുന്ന നമുക്ക് ആവശ്യത ഉണ്ടായി ആ ടൈമില്. കാരണം 1.5 മാസം ടൈമിൽ ഞാൻ ഇറങ്ങി. 1.5 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി കംപ്ലീറ്റ് ആയിട്ട്. ഉറപ്പായിട്ട് obviously he is my brother, so I need him to win. തന്റെ ചേട്ടന് എടുക്കാൻ പഠിക്കുന്നത് ഉറപ്പായിട്ടല്ലേ. He is very innocent. ജിത്തു ചേട്ടൻ പറഞ്ഞില്ല, he is very innocent. എത്ര ഫൈറ്റിംഗ് ഉണ്ടെങ്കിൽ ജിത്തു ചേട്ടൻ അപ്പത്തിന് മറന്നു പോകും. പിന്നെ ജിത്തു ചേട്ടന് എപ്പോഴും ലൈക്ക് എല്ലാവരുടെ കൂടെ ആ ദേഷ്യം മനസ്സിൽ പിടിക്കില്ല. പക്ഷെ ഒരു കുട്ടിയെ പോലെ മനസ്സാണ്. എന്നിട്ട് അത് ജെന്വൻ ആയിട്ട് കളിക്കുന്നത് എനിക്ക് തോന്നി. ജിത്തു ചേട്ടൻ്റെ രീതി എനിക്ക് എപ്പോഴും എൻ്റെ ആളാണ് ആ വീട്ടിൽ ജെന്വൻ ആയിട്ട് ഇപ്പോൾ അടിക്കുന്നത്. ഓക്കെ, കാരണം സെക്കൻഡ് എനിക്ക് ഒബ്വിയസ്ലി ഐ വാണ്ട് ടു ഋഷി ടു ബി ദേർ. ജാസ്മിനൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല, ഗൗരി വന്നല്ലോ, ഗൗരി കുറെ കുട്ടികളുണ്ടല്ലോ, ചോദിക്കൂ. അവന്റെ മനസ്സ് അവന്റെ ഐ ഡോണ്ട് നോ ഡയമണ്ട്സ് ഈസ് ക്ലെയിമിംഗ്. എനിക്ക് അവന്റെ കാര്യം സെറ്റം പറഞ്ഞില്ല. എനിക്ക് ഓരോ കിലോ ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ടോക്ക് അബൌട്ട് ദ ഗൗരി. ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല ലൈക്ക് അവന്റെ സംസാരം എനിക്ക് ഓരോ കിലോ അവന് നേരത്തെ ചോദിക്കും. നിങ്ങളെ ചോദിക്കണം. കാരണം ഞാൻ കണ്ടിട്ടുണ്ടോ ഓരോ ആളെ ഉള്ളിലേക്ക് കടയുന്നു, ഓരോ ആള് പുറത്തേക്ക് വന്ന് അങ്ങനെ പറഞ്ഞില്ലേ. നിങ്ങളെ ജനങ്ങളെ ഉണ്ടോ, മൊത്തം പബ്ലിക്കൊക്കെ അറിയാം സത്യം എന്താ ഇങ്ങനെയാണ്. ഒരു കുടുംബം നമ്മുടെ കാര്യങ്ങളും ഉണ്ടോ അതാ നോക്കിയിട്ട് സംസാരിക്കണമെങ്കിൽ കുറച്ച് നല്ലതാ. പക്ഷെ അതിൻ്റെ ലൈഫ് ഐ തിങ്ക് എൻ്റെ ഒപ്പീനിയനിലേക്ക്